ഹായ് ഓൾ, എഡിറ്റ് ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ന്യൂസ് എന്താണ്? ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റിനെ എലക്ട് ചെയ്തു എന്നുള്ള ന്യൂസാണ്. അനുരാഗ് കുമാര ദിസംഗയെ ആണ് പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത്. നേരത്തെ പ്രസിഡന്റ് റണിൽ വിക്രമസിംഗയുടെ ടൈം അവസാനിച്ചതിന് ശേഷമാണ് ഈ ഒരു ഇലക്ഷൻ വരികയും ഇങ്ങനെ ഒരു പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുകയും അങ്ങനെ അനുരാഗ് കുമാര ദിസംഗയെ അവിടെ പ്രസിഡന്റായിട്ട് എലക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് സെറ്റ് ടു പ്രോബ് അഡൾട്രേഷൻ ഓഫ് ഗീ ഇൻ തിരുമല. എല്ലാവരും റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ന്യൂസ് ആണ്. തിരുപ്പതി ടെമ്പിളില് ലഡുവില് ഓൾട്രേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ആനുവൽ ഫാറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ ആന്ധ്രാപ്രദേശ് CM അതിന് പുതിയതായിട്ടൊരു കമ്മിറ്റി കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ടെമ്പിൾ മാത്രമല്ല, എല്ലാ റിലീജിയൻസിലുള്ള എല്ലാ കാര്യങ്ങളെയും അവരൊന്നും കൂടെ ഒന്ന് റിഫൈൻ ചെയ്യാണ്. അതായത് ഏതൊരു റിലീജിയനിൽ എടുക്കുകയാണെങ്കിലും, ഏത് ടെമ്പിൾ ആണെങ്കിലും ഏതാണെങ്കിലും അതിനകത്തുള്ള എല്ലാ ആളുകളെ മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവരാൻ, പ്ലസ് ഗവൺമെന്റ് ഒഫീഷ്യലിനോട് ആഡ് ചെയ്യാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് പോയിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഒരു ന്യൂസാണ് സെക്കൻഡ് ആയിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻ എൻവോയ് മീൻസ് BNP ലീഡർഷിപ്പ് ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് ഇന്റേണൽ ഇഷ്യൂസ് നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഷെയ്ഖ് ഹസീനയൊക്കെ റിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊരൊപ്പം ഒരു പുതിയ ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയായിട്ട് ഒരുപാട് അലിഗേഷൻസിന് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ടു ബംഗ്ലാദേശ് ഉള്ള പ്രണയ് വർമ്മ അവിടുത്തെ ബംഗ്ലാദേശിന്റെ നാഷണൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മിർസ ഫക്രുൽ ഇസ്ലാം അലംഗീറിനെ മീറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. അപ്പൊ ആ ഒരു ഇതിന്റെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ അവസാനം ഷെയ്ഖ് ഹസീന റിസൈൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്നൊരു റെപ്രസെന്റേറ്റീവ് ബംഗ്ലാദേശിലേക്ക് പോകുന്നതും ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നതും. സോ അതുകൊണ്ടൊന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, കോഡ് മീറ്റിംഗിന്റെ ന്യൂസ് ആണ്. CORD launches Maritime Health Initiative, condemns aggressions in disputed regions. അപ്പോൾ കോഡിനെ പറ്റി നമുക്ക് പറയാം. കോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി അത് 2007 കോഡിന്റെ ഒരു ഇത് വരുന്നത്, സ്ട്രക്ചർ ഒക്കെ വരുന്നത്. പക്ഷെ പിന്നെ അതിനുശേഷം വലിയ ഒരു നല്ലതായിട്ട് അതിനെ കൊണ്ടുപോവുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ 2017 ആയപ്പോഴാണ് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിനൊരു സ്ട്രക്ചേഴ്സ് ഒക്കെ വരികയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് കോഡ്. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ വരുവാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറെ ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിലേക്കൊക്കെ എത്തിയത് 2007 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ ഒരു മീറ്റിംഗ് ഫോം ചെയ്തെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഇപ്പോഴത്തെ ഈ ഒരു ഫോമിലേക്ക് അത് വരാൻ കാരണമായത് 2017 പക്ഷെ ഇപ്പോഴും ഈ കോഡിനൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അത് ഏത് കോഡിലെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, ആരൊക്കെ കോഡ് മെമ്പേഴ്സ് മീൻസ് 4 കൺട്രീസിലെ മെമ്പേഴ്സ് ആണ്. ഒന്ന് ഇന്ത്യ, സെക്കൻഡ് വൺ ഈസ് USA, ആൻഡ് തേർഡ് വൺ ഈസ് ജപ്പാൻ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഓസ്ട്രേലിയ. അപ്പൊ ഈ 4 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യും. ആ ഒരു രീതിയിലാണ് കോഡിന്റെ മീറ്റിംഗ് ഇപ്പൊ നടക്കുന്നത്. അപ്പോൾ ഈ വർഷം കോഡ് മീറ്റിംഗ് നടന്നത് വെല്ലിംഗ്ടൺ, അതായത് USA നടക്കുന്നത്. അടുത്ത വർഷം കോഡ് ലീഡേഴ്സിന് സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. കോഡ് ഫോറിൻ മിനിസ്റ്റേഴ്സിന് സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് USA ആണ്. സോ അപ്പോൾ കോഡ് എന്താണെന്ന് മനസ്സിലായി. കോഡിന് ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. കോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 രാജ്യങ്ങൾ, ഇന്ത്യ, USA, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ ലീഡേഴ്സ് ചേർന്ന് രൂപീകരിച്ച ഒരു ഓർഗനൈസേഷനാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പോ കോഡിന്റെ ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇൻഡോ പസഫിക് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി, ഇൻഡോ പസഫിക് റീജിയനിലുള്ള പീസ് ആൻഡ് സ്റ്റെബിലിറ്റി, അതായത് എല്ലാ രാജ്യങ്ങൾക്കും കോഡ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് മറ്റൊരു രാജ്യത്തിന്റെ കാര്യത്തിലേക്ക് ആരും ഒരു രാജ്യവും ഇടപെടാൻ പോകാറില്ല. പക്ഷെ എല്ലാ രാജ്യവും അവരവരുടേതായിട്ടുള്ള പീസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകരുത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് ഒരു ഇൻഡോ പസഫിക് പീസ് ഏരിയയിൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഈ ഒരു മീറ്റിംഗിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കോഡില് സംസാരിച്ചു. അതിൽ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞ ന്യൂസാണിത്. ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനീസ് ഒക്കെ ഇന്ത്യയിലേക്ക് അമേരിക്കയുടെ സഹായത്താൽ വരുന്നുണ്ട്. പിന്നെ അതിനൊക്കെ തന്നെ സൈബർ ക്രൈംസിലും സൈബർ സെക്യൂരിറ്റിയിലൊക്കെ നമുക്ക് ഹെൽപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ
കോഡ് കൺട്രീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലേക്ക് മാത്രമല്ല, മൊത്തത്തിൽ ഈ കാര്യങ്ങളിലെല്ലാമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് കോഡ് ക്യാൻസർ മൂൺഷൂട്ട് എന്ന് പറയുന്നത്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവിക്കൽ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് $7.5 ആണ് ഇന്ത്യ ഇപ്പോൾ അതിനായിട്ട് മാറ്റി വെച്ചേക്കുന്നത് പറഞ്ഞത്. അപ്പം സെർവിക്കൽ ക്യാൻസറിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ സെർവിക്കൽ ക്യാൻസർ ഇൻഡോ പസഫിക് റീജിയനിലെ സ്ത്രീകൾ മരിക്കുന്നതിൽ 3ാമത്തെ കാരണം ആയിട്ടുള്ള ഒരു ഡിസീസാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് നേരത്തെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സെർവിക്കൽ ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വാക്സിൻസ് വഴി ഈ ഒരു അസുഖം ഇല്ലാതാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഇതിന്റെ വാക്സിൻ HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ള വാക്സിൻ ആണ്, അല്ലെങ്കിൽ വൈറസ് ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. സോ അപ്പൊ ആ ഒരു കാര്യമാണ്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് മാക്സിമം എല്ലാവരും എല്ലാ രാജ്യങ്ങളും കോഡ് രാജ്യങ്ങൾ നോക്കും എന്നുള്ളൊരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടീം ബാക്സ് ഗോൾഡ് മേക്ക് ഹിസ്റ്ററി ചെസ് ഒളിമ്പ്യാഡ്. അപ്പോൾ ചെസ് ഒളിമ്പ്യാഡ് നടക്കുകയാണ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ബുദാപെസ്റ്റിലായിരുന്നു നടന്നത് അല്ലേ. സോ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ മെൻ ടീം ആൻഡ് വുമൻസ് ടീം ഓപ്പൺ ക്രൗൺ സ്വന്തമാക്കുന്നത്. മെൻ ടീം നമ്പർ ഗുഗീഷ്, പ്രജ്ഞാനന്ദ, അർജുൻ, വിദിത് ആൻഡ് ഹരികൃഷ്ണൻ ആണ് വന്നത്. വുമൻസ് ടീം നമ്പർ ഹരിക, വൈശാലി, ദിവ്യ, വന്തിക ആൻഡ് ടാനിയ റോസ്. ഇത്രയും പേരാണ്. അപ്പൊ ആദ്യമായിട്ടാണ് രണ്ട് ടീമും, മെൻസ് ടീമും അതേക്കന്നെ വുമൻസ് ടീമും ഒരു ക്രൗൺ നേടുന്നത്. ഇതിനു മുന്നേ ഒരു ഇത് നടന്നതെന്ന് പറഞ്ഞാൽ മെൻസ് ടീമിന് ബ്രോൺസ് കിട്ടിയിട്ടുണ്ട്. ചെന്നൈ വെച്ചിട്ടൊക്കെ നടന്നത്, കഴിഞ്ഞ 2022 നടന്നത് ചെന്നൈ വെച്ച് നടന്നതിൽ വുമൻ ടീം മെൻ ടീമിനും നല്ലൊരു ബ്രോൺസ് എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ആ ഒരു ഗോൾഡ് മെൻ ടീമും വുമൻ ടീമും കരസ്ഥമാക്കുന്നത്. മെൻ ടീം ഡിഫീറ്റ് ചെയ്തത് സ്ലൊവേനിയൻ ടീമിനെയും വുമൻ ടീം ഡിഫീറ്റ് ചെയ്തത് അസർബൈജാൻ ടീമിനെയുമാണ്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 2 സെക്ഷനും മെൻ ടീമും വുമൻ ടീമും ഒരു ഗോൾഡ് ചെസ്സിൽ മേടിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ദുലീപ് ട്രോഫിയുടെ വിന്നേഴ്സ് വന്നു എന്നാണ്. വിന്നേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 8 ടീമാണ്. അതായത് ഇന്ത്യയിലെ പ്ലെയേഴ്സിനെ തന്നെ 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്യുക, BCB അങ്ങനെ 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നടക്കുന്നതാണ് ദുലീപ് ട്രോഫി. അതിൽ ഇന്ത്യൻ A ടീം മായങ്ക് അഗർവാൾ ക്യാപ്റ്റനിൽ ഇന്ത്യൻ A ടീം വിന്നായി എന്നുള്ളതാണ്. അത് ബീറ്റ് ചെയ്ത് CE ആണ്. സെക്കൻഡ് പൊസിഷൻ വന്ന് CE ആണ്. തേർഡ് വന്നത് ഇന്ത്യൻ B ടീമും, തേർഡ് പൊസിഷൻ ഇന്ത്യ B ടീമിനും ആൻഡ് ഫോർത്ത് പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യ D ടീമിനുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യ A ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മായങ്ക് അഗർവാൾ ആണ്. സോ ഇതോടെ ഇന്നത്തെ ന്യൂസ് അവസാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം നല്ല ന്യൂസ് ആയിട്ട് വരുന്നവരെ ബൈ.